ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ കണ്ണു വെച്ചോണ്ടിരിക്കണം കുറെ നേരമായിട്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള പച്ചക്കറി ഓടിയല്ലേ എടുത്തോട്ട് ബഷീറിനെ ഇപ്പൊ പ്ലക്കം കേട്ടോ. പെരുമ്പാവൂർ തത്തമ്മ കൊണ്ടുപോണേ. പെരുമ്പാവൂർ തത്തമ്മ നമ്മുടെ കൂട്ടത്തിൽ വേറെ പയ്യല്ലായിരുന്നു അവിടെ പോയി. അയ്യോ തോട്ട് വേണ്ട, നല്ല നാടൻ ബോംബറിയാ. എടുത്ത് വീശാൻ വെച്ചേക്കല്ലേ കയ്യിൽ അടിച്ച്. ഞാൻ പറയട്ടെ, ഞാൻ ഇറങ്ങി രണ്ട് വെടി വെക്കാൻ എന്നെ കൂടെ കയറ്റിയാ മതി. എന്നെ കൂടെ വണ്ടി കയറ്റി ഞാൻ ഇറങ്ങി രണ്ട് വെടി വെക്കുന്നു. ഞാൻ അടുത്ത വണ്ടി നീ ഇറങ്ങി ആകാശത്തോട്ട് വെടിയേ. ആകാശത്തോട്ട് അമ്മ വെടിക്കണ്ട, വലിയ പ്രശ്നം. ആകാശത്തോട്ട് വെടിച്ചിട്ട് വന്ദേ വന്ദേ മാതരം. ഇവിടെ രണ്ട് റൗണ്ട് ഓടി, ഇവിടെ രണ്ട് റൗണ്ട് ഓടി. കിഴക്ക് മുന്നിൽ കൊണ്ടുപോയി വളഞ്ഞ വളയ 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 അമ്മരെ വളയ 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 വളയ. ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണ്. ഇറങ്ങി 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 ഇറങ്ങി. അല്ല അച്ഛ വണ്ടിയാ ഓഫീസിന് നേരെ കുറച്ച് ചത്ര കൂട്ടുന്നേ. അയ്യോ മഴ. പേടിക്കലട ഇങ്ങനെ. കശപ്പിലൻ കുണ്ട കയറുന്നുള്ളൂ. ഇറങ്ങി അടിച്ചാ കണ്ടണ്ട 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 കണ്ടണ്ട. പോലീസ് വരും ഇപ്പം. ചത്ത് ചത്ത തത്തമ്മ ചത്ത പെരുമ്പാവൂർ തത്തമ്മ ചത്ത്. അടിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ നമ്മളെ അവർ തല്ലാൻ പറ്റില്ല, അവർ തല്ലാൻ പറ്റില്ല. ദിവസം നമുക്ക് ഇങ്ങനത്തെ വട്ടം കെട്ടിക്കാന്ന്. ഞാൻ ഇപ്പൊ പോവേ. നീ ഇതുണ്ടാ നിനക്ക് ഇതുണ്ടോ? ഹെൽത്ത് ഉണ്ടോ? ഹെൽത്ത് ഉണ്ടാ? എല്ലാം ഉണ്ട്. ഞാൻ പോട്ടെ വല്ല ഊരിയാടാ വല്ല ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല. നമ്മുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നേ, പെരുമ്പാവൂർ ഗ്യാങ് ഉള്ളതാ, ഹോസ്പിറ്റലിൽ നിപ്പുണ്ട്. ഒന്ന് പൊക്കാവോ? നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങളോട്ട് നമ്മളെ ഇത് പോ. ഇല്ലടാ, നാലുപേർക്കെ പറ്റി പരിപാടി. നമുക്കൊരു നമുക്ക് ടെററിസ്റ്റ് ലുക്ക് ആക്കിട്ട് അറ്റാക്ക് ചെയ്തല്ല അങ്ങ് അമ്മരെ അച്ഛൻ പൊച്ചം. ഡേയ് ബോബേ,
ബഷീറേ ഡേ വണ്ടി വന്നു ഡേ വണ്ടി വന്നു കണ്ണട് ഇല്ല വാ ആ നമുക്കേ ഇതാക്ക ആ ബുള്ളറ്റ് എടുക്കാം ടെറസ് ലുക്കാവ് പൈസ ഇല്ലാണ്ട് ഒരു ലക്ഷം തരുമോ? നീയാണോ എന്നോട് പറഞ്ഞത് മറ്റേ മൂഞ്ച വല്ല പറഞ്ഞേ പൈസ ഇല്ല അച്ഛനാ വലിയ കുണ്ടല്ല പൈസ വലിയ കുണ്ടല്ല പൈസ തരില്ല അണ്ണ എന്തിനാ 1 ലക്ഷം രൂപ വെച്ചാൽ 2 ലക്ഷം രൂപ മതി. എന്തൊരു മീശ ഇത് എടാ കുണ്ണേ നിന്റെ പൈസ അണ്ണാ ഇവരാണ് നമ്മുടെ കൂട്ടത്തിലെ 3ാമത്തെ തീവ്രവാദി പൈസ ഇല്ലെന്ന് തന്നെനിക്ക് ഡീമൻ സ്റ്റീവ് ഞാൻ ഈ ഡ്രസ് പോരെ ഡ്രസ് ഇട്ട് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ആരൊക്കെയാണെന്ന് ബുള്ളറ്റ് ഉണ്ടോ ബുള്ളറ്റ് വരും ബോഡി ആർമർ 16 ബോഡി ആർമർ 16 പാന്റ് വന്ന് ഇതിട്ടോ 26 അത്രേ ഉള്ളു അടിക്കൂല്ലേ ഇത് ബുള്ളറ്റ് ഞാൻ തരാം എന്താണ് വലിയ ഉണ്ടയില്ല ഉണ്ടാക്കല്ലേ എന്നെ കേറി അങ്ങ് ഇല്ല പണ്ടല്ലേ എവിടെ ഞാനൊരു കാര്യം പറയാം അവന്മാരെ കൊന്നാളായില്ലേ അവന്മാരെ പേടിപ്പിച്ച് തലങ്കും പേരങ്ങ് അടിച്ചൊക്കെ നിർത്തിക്കോണം കേട്ടാ ഇതെവിടെയാണ് സ്ഥലം എവിടെയായിരുന്നു ഹോളെവിടെ നേരെ അറ്റാക്ക് ചെയ്താലാ ഇപ്പൊ തന്നെ പിടിച്ചങ്ങ് വന്നേട്ടാ ഓടി തള്ളിക്കോ വണ്ടി കയറണ്ടാ ഓടി തള്ളിക്കോ എന്റെ കയ്യിൽ പോക്കില്ലായിരുന്നു ഹോട്ട്പാറിൽ മാറിക്കിടക്കുമായിരുന്നു ഊണ്ടിയാനാ തിരുമ്പോ ഒരു തത്തയൊക്കെ ഇവിടെ വണ്ടി ഇറങ്ങിയില്ല ഇറങ്ങിട്ട് ആകാശത്തടി അയ്യോ വണ്ടി
സ്പെഷ്യൽ 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 സ്പെഷ്യലിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കേക്കത്തില്ല ഒരു കാര്യം പറഞ്ഞു. എന്തിരുന്ന് down. ഇവന്മാര് എന്നെ പള്ളിക്കൂടത്തന്നെ പറ്റും. ഞാൻ സാറിന്റെ മോളിലുള്ള ബോഡി എന്ത് ചെയ്യണം? അത് താഴെ ഇറങ്ങിക്കോ. എന്നെ ഇട്ടുകൊടുത്തിട്ട് പോടാ തെണ്ടികള്. എന്റെ ഒരു ഒരാളെടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ബോഡി, ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യണം? 4 സൈഡിൽ അടിച്ചറിയില്ല. ഇത് നോക്കണേ. കറണ്ട് പോയി കീലേരി എണ്ണ എടോ പന്ന എവിടെ കേട്ടോ. സക്സസ്ഫുള്ളി സോൾവ് ചെയ്തില്ലടാ നീയൊക്കെ എന്നെ. നീയൊക്കെ പുഴുത്ത് നശിച്ചു പോട്ടെ നീയൊക്കെ. ഈ ബോഡി എന്ത് ചെയ്യണം? താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കേറി ഫീഡി ഡിഒജി അടിച്ചെന്നുള്ള പേര് കൂടി എനിക്ക്. ഞാൻ ഏമ്പേട്ടാ അമ്മ ആരും കൊണ്ടില്ല. എന്റെ പ്രശ്നമായി പോയല്ലോ. ജുഗർ ഒളിച്ചിരിക്കണ പിടിച്ചേട്ടാ. അടിക്കണ്ട, ഒളിച്ചിരി ബാക്കപ്പ് വിളിക്കണ്ട. ഈ ഫോളോ ചെയ്തിട്ടില്ലേ അവനെ? ഞാൻ ഫോളോ ചെയ്തിട്ടില്ലേ? അടിക്കല്ലേ വെറുതെ വിട്. സിറ്റുവേഷൻ ആണോ DH ആണോ? ചെറിയ സിറ്റുവേഷൻ. അപ്പൊ ഞാനിവിടെ പെട്ടിരിക്കുക ഒരു ചെറിയ കേസിലാ. ചന്ദന്റെ കേസിലാ പെട്ടിരിക്കുക. ഇവിടെ ഞാൻ ഇവിടെ ചുറ്റും എന്റെ ആൾക്കാരുണ്ട് അടിക്കാൻ തന്നെ. വേണ്ട ഇല്ലെങ്കിൽ ഗ്യാങ്ങായിട്ട് എടുക്കും. വേണ്ട, ഞാൻ ഫോളോ ഇട്ടില്ല. ഞാൻ ഫോളോ ഇട്ടുണ്ട്. പോടാ രായനൊക്കെ ഫോളോ ഇട്ടുണ്ട്. നിങ്ങൾ എന്താ പറയണ? അടിക്കല്ലേ അടിച്ചിടും.
ട്രൈ കോച്ച് ചെയ്യാ കയറി വരട്ടെ കോച്ച്. ഇത് 1 way, ഇറ്റ്സ് 1 way. താങ്ക്സ്. അളിയാ ഇജാതി എവിടെ പോയി? അതെന്തിന് നീ ഇപ്പൊ കണ്ടത്? പോയടി സാറേ, ഇവിടെ വലിയ പ്രശ്നമായി. ഇവിടെ ഒരു തീവ്രവാദി DAG ഓഫീസ് ആക്രമിക്കാൻ ശ്രമിച്ച 4 സംഘം പിടിയിൽ. ഇതായിരിക്കും നാളത്തെ ഹെഡിങ്. ഓക്കെ, എന്റെ കറണ്ട് കൂടെ ഒക്കെ പോയായിരുന്നെങ്കിൽ. എടാ പട്ടി, ഇനി അടിച്ച് ബാന് വാങ്ങിയിട്ട് പോയാൽ. ഞാൻ വരൂ? ഇല്ല, ഞാൻ ഇരിക്കും ഇവിടെ പിന്നെ മണിക്കൂറുകളോ. മറ്റേ സാധനം വിളിച്ചൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ. ജോൺസ്നോ ആ ചത്ത്. കറണ്ട് പോയി മൈൻ ആൻഡ് സ്റ്റീവ്. എടാ നീമ, ഇതിന്റെ ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ, രണ്ടുപേർക്ക് ഒരുപോലെയൊക്കെ പോവുക. ഈ മണ്ടന്മാർക്ക് സൈഡിലൂടെ ഇറങ്ങിയിട്ട് നടന്നു പൊക്കോളായിരുന്ന. വേറെ മണ്ടന്മാരനാട്ടെ ഈ പീടി. എത്ര അവന്റെ വായി തന്നെ കൊണ്ടിറക്കി, അവിടെ തന്നെ തൂക്കി ഇറക്കി കൊടുത്താൽ കയറി കെട്ടി. താഴെപ്പൂ താഴെപ്പൂ. ഇവിടെ വന്നേ ഇറങ്ങണേ. അടിക്ക് പഠിക്കില്ല പഠിക്കും. ആ കോച്ചില്ല കോച്ച്, ഞാൻ വേറെ കാര്യം നോക്കാൻ വേണ്ടി പോയത്. തൂക്കൂ നോക്കാം. എന്താ ഡെഡ് ക്യാരി? ഞാൻ സല്ലേക്ക് ആക്കണം. ഡെഡ് ക്യാരി ഉണ്ടോ ഇനി? സാറേ വരുമോ വരുമോ ഇനി നീ വരൂ. ഹലോ, പുള്ളിക്കാരൻ പൊങ്ങിയിട്ടുണ്ടേ സാറേ. ഒരാള് ബ്ലീഡ് ഔട്ട് ആവാൻ കിടക്കുവാന്ന് തോന്നുന്നു. സാറേ ഈ പുള്ളിക്കാരൻ എണീറ്റായിരുന്നേ. ഇയാള് എണീറ്റായിരുന്നു സുഹൃത്തെ. ഒരു ഡൗൺ ആണല്ലോ. ആ പുള്ളിക്കാരൻ എണീറ്റായിരുന്നു. സുഹൃത്തെ എഴുന്നേക്കണേ, പാടില്ല, അതൊക്കെ തെറ്റാണ്. ആ എന്താ സുഹൃത്തെ പേര്? മനോജ്. മനോജ് എന്ത് ചെയ്യുന്നു? വെടിപറ മനോജ്.
എഡിബറ മനോജ് ഹെൽമെറ്റ് മാസ്ക് ഒന്ന് വരാമോ? മറ്റേ സാറേ മാറ്റാൻ പറ്റില്ല. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്. നമ്മൾ ഡിയോജയ്ക്ക് എതിരെയാണ്. അല്ല ഡിയോജയ്ക്കെതിരെ നിങ്ങളിപ്പോ ഇപ്പൊ മാറ്റിയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇടിമറ്റ മനൂർ നിങ്ങൾക്ക് ഫൈനും ജയിലും നല്ലോണം കൂടും. കാരണം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ഡിയോജയ്ക്കെതിരെയാണെന്ന്. ഹെൽമെറ്റ് മാറ്റ്. ഓക്കെ വെടിമറ മഞ്ഞൂറ് എന്തോ മനോജ് അല്ലേ? മനോജ് മനോജ് ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഇങ്ങോട്ട് നോക്കാവോ? മനോജ് അത് കഫ് ചെയ്തേക്ക്. അത് അറിയണ്ട, അത് എന്നാരോ ഇതാക്കിയതാ. അതല്ലേ പറഞ്ഞേ ഞാനില്ല. ചെയ്യിപ്പിക്കുന്ന ആരും ഇത് അത് ചെയ്യിപ്പിക്കണല്ലേ? അല്ലല്ല സത്യം കാര്യമായിട്ട് സാറേ സാറേ അങ്ങനെ ചെയ്യാൻ സാർ. ഇത്രയും സാർ അല്ലല്ല സാർ ഇത് അതല്ല ഇതിനോട് സാറേ ചെയ്യിപ്പിച്ച സാറേ. ഓക്കെ ഓക്കെ ഞാൻ സാറേ വിളി നേരെ നേരത്തെ ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ ഓക്കെ വെടിമറ മഞ്ഞൂറ് എന്തോ മനോജ് അല്ലേ? സോറി മനോജ്. മനോജ് ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഇങ്ങോട്ട് നോക്കാവോ? മനോജ് അത് കഫ് ചെയ്തേക്ക്. ഞാൻ സാറേ അത് അറിയണ്ട, അത് എന്നാരോ അതല്ലേ പറഞ്ഞേ ഞാനില്ല. ചെയ്യിപ്പിക്കുന്ന ആരും ഇത് അത് ചെയ്യിപ്പിക്കണല്ലേ? അല്ലല്ല സത്യം കാര്യമായിട്ട് സാറേ സാറേ അങ്ങനെ ചെയ്യാൻ പറ്റും സാർ. ഇത്രയും ആൾക്കാർ മുന്നിൽ വെച്ചിട്ട് ഞാൻ സാറേ വിളി നേരെ മനോജ് പറ, ആരാണ് ചെയ്യിപ്പിച്ചത്? എന്തിനാണ് ഡിയോജയ്ക്കെതിരെ റീസൺ പറ മനോജ്. കുറച്ച് കാശ് നല്ല റീസൺ പറയത്തുള്ളൂ. എത്ര രൂപ ഉണ്ടല്ലേ? അത് വലിയൊരു കേസാണ്. ഇപ്പൊ വലിയൊരു കാര്യമായതുകൊണ്ട് കുറച്ച് വലിയ എമൗണ്ട് എന്നാലേ ഇത് മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അല്ല അത് കാശ് തരണം. എത്ര പൈസക്ക് വേണ്ടിട്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഡിയോജി അതെ നിങ്ങൾക്ക് പൈസ കിട്ടാറുണ്ടോ? അതെ അല്ലല്ല പൈസക്ക് ഉണ്ടല്ല, നിങ്ങൾ കാശ് തന്നാൽ ഞാൻ കാര്യം പറയാന്ന് എന്താന്ന്. അല്ല ഇതൊരു വലിയ കാര്യമാണ് സത്യം പറഞ്ഞത്. ഓക്കെ പുള്ളിയുടെ പേര് എടാ മറക്കല്ലേ, നമുക്ക് നാളെ പുള്ളിയുടെ പേര് പാരന്റ് ഇടണേ. ആർക്കാ എനിക്ക് പൈസ തന്ന ആളാരാ പൈസ തന്നാരാ? ഓക്കെ മനോജ്. ഓക്കെ അപ്പൊ പൈസ നിങ്ങൾ എന്താ കേസ് പറഞ്ഞു? എന്തായാലും 15 ജോലിയും തരാനില്ല. പിടിച്ച് ഞാൻ പറയട്ടെ, കേസ് പറഞ്ഞില്ലെങ്കിൽ അതിനും കൂടും ഫൈൻ. സംഭവം എന്ന് പറഞ്ഞാ ഈ ഇത് AP പാപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, പുള്ളി തന്ന കൊട്ടേഷൻ ആണിത്. ഡിയോജനെ ഉപദ്രവിക്കണോന്ന്, ഡിയോജെ സിറ്റിയില് ഭയങ്കര പവർ കാണിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് ഇത്? നിങ്ങൾക്ക് അവർക്കെതിരെ എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? AP പാപ്പൻ എന്തൊക്കെ ഇല്ലീഗൽ കൺസൈൻമെന്റ്സ് ഉണ്ട് ഇവർക്ക്. അപ്പൊ അതിന് ഇവരൊരു ഇതാണ് ഇടങ്കോലിടുന്നാണ്. ടെററിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റേ പൊട്ടിക്കുന്ന സാധനം എടുത്തോണ്ട് പൊട്ടിച്ചെടുത്തോണ്ട് പോട്ടെ ഇവരെ. ഇത് എന്റെ പേര് പറഞ്ഞു എന്റെ വിറ്റവൻ. ഞാൻ നോക്കുമ്പോയില്ലേ ബ്രാഞ്ചിലേക്കുള്ള റൂം പിടിച്ച ആളാരാ? ഓക്കെ സാറേ ഒരു കാര്യം ചെയ്യും, പുള്ളിയുടെ നിങ്ങൾ ഐഡന്റിറ്റി എന്താ പറഞ്ഞേ? എന്തത്? AP പാപ്പൻ. നിങ്ങളുടെ പേര്? മനോജ്. പുള്ളിയമ്മ പടക്കം മനോജ്. ഓക്കെ നേരത്തെ പറഞ്ഞത് മിണ്ടല്ലേ സെർച്ച് ചെയ്യുന്നുണ്ടേ. സാറേ എനിക്ക് 3-4 പേരുണ്ട് സാറേ.
AR എടുത്ത് സാറേ ശരിക്കുള്ള പേര് കീലേരി അച്ചു. ബുള്ളറ്റ് ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പുള്ള ഒന്നുകൊണ്ട് പഠിക്കണ പുള്ള ഐഡി കാർഡ് അവിടെ ഉണ്ട്. കിട്ടി പീടിയിലൊക്കെ കേറി ചന്ദ്രബോസ് നന്നായെന്ന് ഞാൻ വിചാരിച്ചു. ചന്ദ്രബോസേ സാറേ നേരത്തെ കീലാരി അച്ചു എന്ന് പറഞ്ഞ നേരത്തെ ഞാനും ഷോസാറും കൂടെ ജയിലിൽ വിട്ടുള്ളൂ പുള്ളിയുടെ ഒരാളെ കുത്തി കൊന്നേര്. ഒരു പാവപ്പെട്ടവന്റെ പേര് കള്ളക്കേസ് കൊടുക്കുന്നു നോക്കുന്നത്. ഇടിവരെ മനോജ് കില്ലാരി അച്ചു. ഞാൻ ഐഡി കാർഡ് തിരിച്ചു തരുന്നുണ്ട് സാറേ. ഇത് എ പി പാപ്പൻ ചെയ്യിപ്പിച്ചാണ് സാറേ. എ പി പാപ്പൻ ചെയ്യിപ്പിച്ചാണ്. എ പി പാപ്പൻ നമ്പറിന്റെ ഇല്ല സാറേ. നിങ്ങളൊന്ന് ഒരു കാര്യം ചെയ്യോ, ഡിയോ ചില ആരെങ്കിലും ഒന്ന് ഇതിട്ട് വിളിപ്പിക്കാൻ പറ്റുമോ? നമ്പർ കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്പർ ഉണ്ട് ചന്ദ്രബോസേ? നമ്പര് അയച്ചിട്ട് മിനിറ്റിന്റെ മുടി മാറ്റുന്നോ? കില്ലാടി തന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ നോക്കായിരുന്നു. താങ്കളെ കൊല്ലാൻ വേണ്ടിട്ട് മറന്ന് അല്ല കൊന്നു കഴിഞ്ഞാ അടുത്ത വലിയ പ്രശ്നമാവുമല്ലോ. ഇനി ഒരു 50 മിനിറ്റ് കൂടുമല്ലോ. ഞാൻ റെഡി കയറിയിട്ട് ആളെ വിളിക്കാം. നൈസർ വിളിച്ചു വരുത്താം. അതാണ് നല്ല പരിപാടി. ഇവിടെ എല്ലാരെയും കൊന്നു തീർത്ത് വന്ന് കാണാൻ പറ. അങ്ങനെ ഉണ്ട് ഐഡിയ. അത്ര മാസമാണോ? ഇരിക്കട്ടെ. ഒരു സെക്കൻഡ്. മറ്റേ ആള് വന്നായിരുന്നു പറയാൻ സാറേ? ഇല്ല പുള്ളി ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ഫ്ലൈറ്റ് മോഡായിരുന്നു ഫോൺ. ചുമ്മാല്ല. നിങ്ങളൊക്കെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു പേടിയില് അപ്പൊ ഇയാളാണ് ആ കേസിൽ പ്രതി. അപ്പൊ ആ കേസ് ആളുടെ പേരിൽ വരും. എന്റെ പേരില്ല എല്ലാ കേസുവാ. അല്ല കീലേരി അച്ചു എന്ന് പറഞ്ഞ ആളുടെ പേരിലാണ് കേസ് വന്നത്. അപ്പൊ നേരത്തെ കണ്ട ആള് ഇയാൾ തന്നെയാണോ കണ്ടത്? നിങ്ങൾ നേരത്തെ കണ്ടല്ലേ? അപ്പൊ ആ കേസ് നിങ്ങളെ യൂണിറ്റ് പോലെ ബോധം കെട്ടായിരുന്നു ആരെങ്കിലും? നിങ്ങളുടെ ഡിഒജെ സൈഡിൽ നിന്ന് മാർഷൽസ് ആരെങ്കിലും ബോധം പോയിരുന്നോ? ആരുടെ ബോധം പോയില്ല. ഒരു മനുഷ്യരെ പോലും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല. നമുക്ക് പേടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം, നമുക്ക് പേടിപ്പിക്കുന്ന ഉദ്ദേശം മാത്രം ഉണ്ട്. അറിയത്തില്ല ചോദിച്ചോട്ടെ. ഹലോ ഹലോ നമ്മള് ഇതിട്ടിരുന്നു. സാറല്ലേ? എല്ലാത്തിനും തീർത്തു. അപ്പാപ്പൻ നമ്പർ എത്ര? നമ്പർ 100. 100. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ പുറത്താളൊന്ന് പോയി നോക്കിയാണ് നിങ്ങള്. എന്നെ നയിച്ചിടാവോ? ഞാനിവിടെ സഹായിക്കും നിങ്ങളെ. കൊള്ളാം ചന്ദ്രബോസ്. ചന്ദ്രബോസിനെ വിശ്വസിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് പുള്ളി ഓഫ് കഫ് ചെയ്തോ. 5 മിനിറ്റ് സമയം കൊടുത്തോ വിളിക്കാനുള്ള സമയം. ഹലോ വിളിച്ചായിരുന്നോ? 100 വിളിച്ചിട്ട് കിട്ടിയില്ലേ? എന്റെ ചക്കിന്റെ നമ്പറാ. പോലീസ് നമ്പറാണ് ഞാന് മറ്റേ ഇതായാലോ C4 അറിഞ്ഞു വിട്ടിട്ട് മുന്നോട്ട് നടത്തിച്ചിട്ട് അങ്ങ് പൊട്ടിച്ചാലോ? എന്ത് പറയുന്നു? റയൻ ഇവിടെ. റയൻ മറ്റേ ഇതായിട്ട് പോവാ, ഷോ ആയിട്ട് പോവാ. റയൻ ഷോ ആയിട്ട് പോവാ. പറടാ. എന്തുവാ? ആണോ? ഞാൻ നോക്കാം, ഞാൻ പറയാം. ഓക്കെ ഒരു സെക്കൻഡ്. Sorry. Hey, Rocks bro, thank you so much for the subscription bro. Thank you. Really sorry. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. Thank you so much for the subscription. Welcome to the stream. റയനെ ഇവിടെ കോട്ടൺ എടുക്കുക. എന്റെ എടുക്കുക. വന്നോ? ഞാൻ C4 എടുക്കട്ടെ. വെയിറ്റ്. C4ന്റെ പേരെന്തുവാ? സ്റ്റിക്കി ബോംബ് വേണോ അല്ലെങ്കിൽ സ്റ്റിക്കി ബോംബല്ലേ? അത് ഒരു പ്രശ്നമുണ്ടോ? അതില് എല്ലാരും കത്തും. ആശാവോ? ഫീലും കൂടും. ആണോ? കിട്ടി. ഇതിന്റെ ജി നിൽക്കുമ്പോഴല്ലേ സാധനം പൊട്ടുന്നേ?
അയ്യോ ഇതെങ്ങനെ തിരിച്ചെടുക്കുന്നേ? ഇതെങ്ങനെ തിരിച്ചെടുക്കുന്നേ? എടുക്കാൻ പറ്റില്ല. അയ്യോ വേണ്ട പൊട്ടിക്കണം വിട്ട് അവിടെ റയാനോട് നിൽക്ക്. ഞാൻ റയാന്റെ ദേഹത്തോട്ട് എങ്ങനെ എറിയുന്നു ഈ സാധനം? നോക്കി പോഫൊക്കെ ഇനി അറിയേ ഇത് എനിക്ക് എയിം ചെയ്യാൻ പറ്റുന്നില്ല. കയ്യിലെടുക്കുക ആദ്യം. ഈ റൈറ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്തിട്ട് ഓമ്പി അത് നിക്കില്ല. നിക്കും നിർത്താൻ പറ്റുമത്? ഒരാളെ വന്നല്ലോ ഇവിടെ. അങ്ങനല്ല നമ്മള് മറ്റേ ഹെൽപ്പ് ഇട്ട സമയത്തില് പുള്ളി മറ്റേ ബിൽഡിങ്ങിന് മുകളിലായിരുന്നു. അതാണ് ഹെൽപ്പ് ഇട്ടത്. ഓക്കെ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട്. അലക്സാണ്ടർ സ്റ്റോറിനെ തട്ടിക്കൊണ്ട് വെളിയിൽ പോകാനൊരു വണ്ടി വേണമല്ലോ. ഞാൻ വണ്ടി റെഡി ആക്കിയിട്ട് ഒരു സെക്കൻഡ്. ഈ വീഡിയോ ഉള്ളോ? ഇവിടെ ഇതുവഴി എക്സിറ്റ് ആവാൻ വേണ്ടി എളുപ്പ വഴിയല്ലോ ഉണ്ടോ? വെയിറ്റ് എസ്കേപ്പ് ആവാൻ വേണ്ടി ഹെലി വേണമെന്ന് പറയാം. അലക്സാണ്ടർ സ്റ്റോ എവിടെ? ഇസ്റ്റന് വേണ്ടേ അടിക്കാൻ? വർക്കാവില്ലല്ലോ. വർക്കാവത്തില്ലേ? അതെടുത്ത് മാറ്റിയില്ലേ? അത് പോസ്റ്റ് എടുക്കുന്നതിന് ടി എച്ച് എന്താ ഉണ്ടല്ലോ? അത് ഇമോട്ടാണ് ഇപ്പൊ തോന്നുന്നു. ആണോ? കിട്ടി. ഹോസ്റ്റ് എടുക്കുന്ന എങ്ങനെ? ഇമോഷന്റെ അകത്ത് ഹോസ്റ്റേജ് ഉണ്ട്. ഹോസ്റ്റേജ് ബി ഹോസ്റ്റേജ്. അയ്യോ ഹലോ ഹോസ്റ്റേജ് ആണ്. ഡ്രോപ്പ് യുവർ ഗൺസ്. നിങ്ങളുടെ സീനിയർ ഓഫീസർ എന്റെ ഹോസ്റ്റേജ് ആണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളുടെ സീനിയർ ഓഫീസർ എന്റെ ഹോസ്റ്റേജ് ആണ് ബ്രോ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഓഫീസർ എന്റെ കയ്യിൽ ഹോസ്റ്റേജ് ആണ്. ഹലോ കേക്കാമോ? ഹലോ എന്റെ മ്യൂട്ടായി. റയാൻ എങ്ങനെ മ്യൂട്ടായേ? ഹലോ ഓക്കെ നിങ്ങളുടെ സീനിയർ ഓഫീസർ എന്റെ ഹോസ്റ്റേജ് ആണ്. ഓക്കെ ഇവിടെ ഉള്ള ടെററിസ്റ്റ് എന്നെ വെളിയിൽ വിടണം. ചന്ദ്രബോസ് ചന്ദ്രബോസ് പറഞ്ഞില്ലല്ലോ ഞാൻ. ആ പുള്ളിയെ വെളിയിലോട്ട് വിടൂ. ടെററിസ്റ്റ് ഇറക്കി വിട്. ടെററിസ്റ്റ് ഇറക്കി വിട്. ടെററിസ്റ്റ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു വിടണം. ഇറക്കി വിടണം. അത്രേ ഉള്ളൂ അപ്പാപ്പ. ബോംബും ഇട്ടിട്ടുണ്ട്. എല്ലാരും അത്രേ ഉള്ളൂ അപ്പാപ്പ. അങ്ങനെ പറഞ്ഞ തൊപ്പിയൊക്കെ ചേർത്ത് സിനിമയിൽ എടുത്തോണ്ടല്ലേ സൈക്കോ വരുന്ന ഉള്ളില്. ഇല്ല വയലന്റ് ആവത്തില്ല. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് സേഫ് ആയിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് വെളിയിൽ ഒരു ഹെലികോപ്റ്റർ വേണം. ഹെലികോപ്റ്ററാണോ വണ്ടി? അത്രേ ഉള്ളൂ അപ്പാപ്പ. സേഫാ. എന്റെ ഒരു കണ്ണെടുത്തോട്ടാ. കണ്ണ് തിരിച്ചു അല്ലെങ്കിൽ പ്രശ്നം ഇവിടെ. ഇതപ്പാപ്പനല്ലേ? ഇതപ്പാപ്പൻ എനിക്കറിയൂടെ? ഞങ്ങള് രക്ഷപ്പെട്ട നിങ്ങൾ വാറണ്ടിട്ടോ. ഞാൻ കുഴപ്പമില്ല. പിടിച്ചാ ഗണ്ണ് തിരിച്ചു കൊടുക്കണേ. കണ്ണ് തിരിച്ച എന്റെ കണ്ണൊന്ന്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് സേഫ് ആയിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് ഒരു ഹെലികോപ്റ്റർ വേണം.
കേക്കുന്നുണ്ടോ? പട്ടി എല്ലാരും എല്ലാരും സാർ ഒന്നും ചെയ്യരുത്. ഇല്ല ഇല്ല, ഞങ്ങളുടെ ഹോസ്റ്റേജ് സമാധാനമായ ചർച്ചയിലെത്താം സാർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ആദ്യമേ പുള്ളിനെ അൺകഫ് ചെയ്യൂ. ഇല്ല ഇല്ല, വയലന്റ് ആവത്തില്ല. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് സേഫ് ആയിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് വെളിയിൽ ഒരു ഹെലികോപ്റ്റർ വേണം. നിങ്ങൾക്ക് സേഫ് ആയിട്ട് സാർ, അവർക്ക് ഹെലികോപ്റ്റർ വേണോ വണ്ടി വേണോ സാർ? സേഫ് അല്ലേ? ആരാന്ന് എന്റെ ഒരു കണ്ണെടുത്തോടാ, കണ്ണ് തിരിച്ചു അല്ലെങ്കിൽ ഐഡന്റിറ്റി വന്നിട്ടുണ്ട്, ഐഡി കാർഡ് കണ്ടിട്ടുണ്ട്. ആര് കാണിച്ചു? വ്യക്തമായി അതല്ലേ? ഇതപ്പാപ്പനല്ലേ? അല്ലല്ല സോറി സോറി. ഞങ്ങൾ രക്ഷപ്പെട്ട വാറണ്ടിട്ടോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഗണ്ണ് തിരിച്ചു കൊടുക്കണേ. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് സേഫ് ആയിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് ഒരു ഹെലികോപ്റ്റർ വേണം. ഹെലികോപ്റ്റർ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പീടിന്ന് കൊണ്ടുവന്ന് ഇവിടെ ജിയോടെ ഫ്രണ്ട് ഇട്ടാ മതി. സാറേ പീടിലുള്ള യൂണിറ്റ് ആരാ? സാറേ ആളൊന്നും ചെയ്യണതേ. അപ്പൊ എന്തായാലും നാളെ തൊട്ട് വാറണ്ടല്ലേ? എനിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ കത്തി എന്താകത്തിടാവും ചന്ദ്ര? ചന്ദ്ര ആ കത്തി എന്താകത്തിടാവും? അറിയാതെ കാണാൻ നീ ആ കത്തി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ നീ ചാവും, നമ്മളും ചാവും. ഇവിടെ തോക്കത്തു ഹെൽമെറ്റ് പോലും ഇല്ല എന്റെ പറഞ്ഞില്ല. ആ സാറേ, നമുക്ക് പോകാൻ വേണ്ടിട്ട് ഹെലി വേണം. ഓക്കെ, ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങണം, എൻട്രൻസിൽ എടുക്കലോട്ട്. ഒരു ഹെലി പോരെ, ഒരു ഹെലി പോരെ, 2 ഹെലി വേണേ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പോയി ഒരെണ്ണം മതി കേട്ടോ. അതിനൊരു ഹെലി കൊണ്ടു, അതിനകത്ത് നിങ്ങൾ ഹെലി പറയുന്ന കേക്ക്. എന്തിനാ നാളെ തൊട്ട് വാറണ്ട, ഇനി സിറ്റി കയറാൻ പറ്റത്തില്ല കേട്ടോ. സാറേ ഇത് സാറേ ഇതൊന്ന് തുറക്കണേ, ഡോറ് തുറക്കണേ. സാറേ അത് ഓൾറെഡി ഹെലി വന്നിട്ടില്ല പുറത്തെ. പതുക്കെ വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. കണ്ണ് നിങ്ങളുടെ ഓഫീസേഴ്സിനോട് എല്ലാവരും കണ്ണകത്ത് വെക്കാൻ പറയാ. നമ്മളെ ഗണ്ണെടുത്ത് പുറത്ത്. ഇനി നമ്മളെ ആരെയും ഫയർ ചെയ്യാൻ പാടില്ല. അല്ലല്ല, ഹോസ്റ്റേജ് ഉണ്ടല്ലോ, ഹോസ്റ്റേജ് ഉള്ളപ്പോ എങ്ങനെ ഫയർ ചെയ്യുന്നേ? അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ ഇവിടെ വിടത്തില്ലല്ലോ, വിടാതല്ലേ കൊണ്ടുവന്നല്ലോ. ഇപ്പൊ ഒന്നിലും എൻഗേജ് ചെയ്യണ്ട. വെയിറ്റ് സാറേ, നിങ്ങളുടെ ഓഫീസേഴ്സിനോട് എല്ലാരോടും ഓക്കെ, നിങ്ങളുടെ ഓഫീസേഴ്സിനോട് എല്ലാരോടും വണ്ടിയായിട്ട് ഫ്രണ്ട് വരാൻ പറയും സാറേ. ഞങ്ങളുടെ ഇവിടെ ഇങ്ങോട്ട് പോയി റാണി, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ചന്ദ്ര കത്തി പോയി. വേഗൂടെ എങ്ങനെ നിർത്ത ഹോസ്റ്റ എടുത്തേ? സ്ലാഷ് ഹോസ്റ്റേജ് അടിച്ചാ മതിയോ? അറിയാതെ പോലും ഈ അടിക്കരുത് കേട്ടാ. ഞാനൊന്നും അടിച്ചിട്ടില്ല. വേറെ ആരും ഇങ്ങോട്ടിട്ട് കളയുന്നേ കേട്ടോ. ഇത് ശരിക്കും ബഗ് എക്സ്പ്ലോയിറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ ഓഫീസേഴ്സ് ഒക്കെ ബഗ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് 2 കിലോമീറ്റർ ദൂരം സാറേ ഐക്യു ഉപയോഗിക്കാന്നോ സാറേ? അല്ല സോറി സാറേ, ഓഫീസറെ എനിക്ക് ഇവിടെ വിടാൻ പറ്റത്തില്ല. പുള്ളിനെ സേഫ് ആയിട്ട് ഞാൻ അവിടെ മേസ് ബാഗിന്റെ മേളിൽ വിട്ടേക്കാം. നിങ്ങൾ അവിടെ നിന്ന് വെക്കുക. എന്താ സാറേ? നിങ്ങളുടെ വേറൊരു ഹെലി ഞാൻ കണ്ടിട്ടുണ്ട് സാറേ. ആ ഹെലിയോട് ലാൻഡ് ചെയ്യാൻ പറയണേ. ഞങ്ങളുടെ വേറെ ഹെലിയില്ല സാർ. ഞാൻ ഇപ്പൊ കണ്ടു, ഇവിടെ മേളിൽ വന്നിട്ട് പോയതേ ഉള്ളൂ. എത്തി നോക്കിട്ട് പോയതേ ഉള്ളൂ. സെക്കൻഡ് യൂണിറ്റ് ഹെലി എയറിലാണോ?
അതെനിക്ക് സൗണ്ട് കേൾക്കാം സാറേ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ലാൻഡ് ചെയ്തോ സാർ, ലാൻഡ് ചെയ്തോ. അത് ഫ്രണ്ടിൽ ലാൻഡ് ചെയ്യണേ. ഇവരുടെ ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ലാൻഡ് ചെയ്തേ. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ലാൻഡ് ചെയ്തേ. ഇതിന്റെ ഫ്രണ്ടിൽ ലാൻഡ് ചെയ്യാനാണ് പറയണേ. ജുഗുറു കത്തി ഊബി അവന്മാരെ കറണ്ട് പോയി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. അയ്യോ പറയട്ടെ, ആ ഹെലി കൊണ്ട് പീടിയിലിട്ട് ആ ഹെലി കൊണ്ട് പീടി ഞാൻ ടോക്കിലും പഠിച്ചു പോകട്ടാ. ആ ഹെലി കൊണ്ട് എന്നെ കൂടെ ഹെലിയാത്തൊക്കെ ആയിരിക്കും. കേറാ അതല്ല ചന്ദ്രൻ വരും ഇല്ലെന്ന് അറിയുന്നില്ലല്ലോ. സാറേ ഈ പുള്ളി അല്ലാതെ വേറൊരു പുള്ളി കൂടെ ഉണ്ടായിരുന്നല്ലോ സാറേ, ആ പുള്ളി എന്ത് ചന്ദ്രൻ അല്ലാതെ ഒന്ന് ചെറുതായിട്ടൊന്നേ ഒന്ന് പോയായിരുന്നേ. പോയായിരുന്നോ? പുള്ളി അകത്ത് വല്ലതും ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യോ സാറേ? ഇല്ല സാർ, പുള്ളി അവിടെ ഉണ്ടോ? വന്നാ ഇല്ല സാർ, പുള്ളി അവിടെ വന്നിട്ടില്ല സാർ. ഇപ്പൊ സത്യം പോലെ ഓക്കെ. അപ്പൊ ഇനി അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ എല്ലാ വണ്ടിയുടെയും ടയർ പൊട്ടിക്കും. എല്ലാ റോഡ് യൂണിറ്റിന്റെയും ടയർ പഞ്ചറാക്ക്. കറന്റ് നമ്മുടെ വണ്ടി ഇവിടെ ഇല്ല സാർ. വലത്തെ സൈഡിലോട്ട് നോക്ക് ബ്രോ. അത് പൊട്ടിക്കും. വണ്ടി കുറച്ച് സ്പീഡ് പോലില്ല. പഞ്ചറാക്കാൻ പറയുമ്പോ ആ വണ്ടി എടുത്തിട്ട് പോയോ? ഇതിന്റെ ടയറൊന്നും പോയിട്ടില്ലല്ലോ സാറേ. വണ്ടി കയറുമ്പോ പോയിരിക്കും സാർ. ഇതെന്ത് ഇത്? അടിച്ചോണ്ടിരിക്കുന്ന ടയർ മിക്കണം. പക്ഷെ അത് വണ്ടി എടുക്കുമ്പോഴായിരിക്കും. ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ഈ ഹെലി ഒന്ന് അടിച്ചതിന്റെ എഞ്ചിൻ ഒന്ന് കേടാക്കി ഫയർ ചെയ്തിട്ട് നേരെ ഫ്രണ്ടിലുള്ള ഹെലി. റെഡി? 1 2 3 ഫയർ. പോട്ടെ പോകട്ടെ. അല്ലല്ല, കുറച്ചുകൂടെ പുറകെ വരാനുണ്ട്, ഒരുപാട് കറത്തില്ല. പോട്ടെ വെച്ചോ ഫയർ. വിടാ സാറേ, ബേസ് ബാഗിന്റെ മേളിലുണ്ടാവും പുള്ളി, കളക്ട് ചെയ്ത കേട്ടോ. വണ്ടി എനിക്ക് അറിയത്തില്ലായിരുന്നു. വൈദ്യുതി ഊമ്പി ശ്രദ്ധിച്ചില്ല. അയ്യോ ഭാഗ്യം, ഇത് ഡാമേജ് ഒന്നും ആവുന്നില്ല. പീടികലി പെട്ടെന്ന് പൊട്ടും. ഇല്ലില്ല, ഡാമേജ് ആയിട്ടില്ല. ഇനി ചന്ദ്രൻ പോയി ഇറങ്ങുകയെ ഊമ്പി കേട്ടോ. നാളെ തൊട്ട് വാറണ്ട് വരുവേ. നോട്ട് യൂസ് നോക്കി പിടിച്ചോ? ഇല്ലില്ല, ഞാനിത് കഴിഞ്ഞു. എന്റെ അമ്മോ, ഹെലി പൊങ്ങാൻ പെട്ടത് അവിടെ അനങ്ങാത്തുന്ന നന്നായത്. റയന് ഓടിയില്ലെങ്കിൽ ഊമ്പി അനങ്ങാതെ. ഓപ്പൺ ഫയറാ എന്റെ അമ്മേ. എത്ര പക്ഷെ എനിക്ക് വെടിയൊന്നും കൊണ്ടില്ല കേട്ടോ. എനിക്ക് ഞാൻ ആ ഹെലി എടുത്തിരിക്കുന്നത് ഹെലിയുടെ അടിഭാഗം വെച്ച് ഞാനൊക്കെ ഡിഫെൻഡ് ചെയ്ത്. വാർച്ചാറ്റാ ടിവി ഹിറ്റ് റേഡിയോ അവിടെ എന്തുവാ? ഞാൻ വേറെ ക്യാരക്ടറിലാണ്, ഞാൻ അഡ്മിൻ ക്യാരക്ടറില്ല. എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അങ്ങ് ഡി വി അടിച്ച് വിട്ടേക്കല്ലേ.